നമസ്കാരം. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന നിരവധി ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് പല രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്ത ചരിത്രമുണ്ട്. അതിൽ ഒരു തർക്കമില്ല. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഭരണകൂടം തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദികളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പരിപാടി കൂടി അവർ ചെയ്യുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. ഇന്ത്യ അതിനെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പ്രതിരോധിക്കുകയും ഇന്ത്യ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു സംഭവത്തിലേക്കൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ നിരന്തരമായിട്ട് ആക്രമണം നടത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഖാലിസ്ഥാൻ. ഖാലിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഈ കാനഡ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പൊ കാനഡയെ സംബന്ധിച്ച് അവരുടെ നയതന്ത്ര അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ തരത്തിലുള്ള ഒരു വിള്ളലുകൾ വീഴാൻ വേണ്ടിയിട്ട് ഈ ഖാലിസ്ഥാൻ വാദികളെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പല ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാരും കാനഡയിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുക, പരസ്യമായിട്ട് കാനഡയിലുള്ള ഇന്ത്യക്കാരോട് പറയുക, ഇത് നിങ്ങൾ ഹിന്ദുക്കളുടെ രാജ്യമല്ല, അതുകൊണ്ട് നിങ്ങൾ കാനഡ വിട്ട് ഇന്ത്യയിലേക്ക് പോകണം, അല്ലെങ്കിൽ കൊന്നുകളയും. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്ന വിമാനത്തിന് ബോംബ് വെച്ച് അത് തകർക്കും എന്നുള്ള രീതിയിലേക്ക് പറയുക. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ഒരുപാട് കമന്റുകൾ ഇറക്കുക, പരസ്യമായിട്ട് ഇന്ത്യ വിരുദ്ധതയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പതാക നടു റോട്ടിലിട്ടുകൊണ്ട് അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖാലിസ്ഥാൻ കൊടി പിടിച്ച് നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും നിരന്തരമായിട്ട് തെറി വിളിക്കുക. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുടെ അല്ലെങ്കിൽ ഖാലിസ്ഥാൻ വാദികളുടെ മെയിൻ പരിപാടി. ഇത് നിരന്തരമായിട്ട് തുടരുകയാണ്. അപ്പോൾ ഇതിനിടയിൽ പലപ്പോഴായിട്ട് ആദ്യം പറഞ്ഞതുപോലെ പല ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാരും അജ്ഞാതരുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ അന്വേഷണം ഉണ്ടായി, ആഗോളതലത്തിലടക്കം ചർച്ചയായി. ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇതുപോലെ ഖാലിസ്ഥാൻ വാദി നേതാക്കന്മാര് കാനഡയിൽ കൊല ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ചാര സംഘടനയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട്, അവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് നിരന്തരമായിട്ട് വരുന്നത്. ഈ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം കാനഡയുടെ പ്രധാനമന്ത്രി പോലും ഇത് പരസ്യമാക്കിയതുമാണ്. അപ്പോൾ ഈ സമയത്ത് മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് രാഹത് റാവു എന്നാണ്. ഈ രാഹത് റാവു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഒരു കട നടത്തുന്ന ആളാണ്. അദ്ദേഹം കാനഡയിൽ ഒരു പൗരനാണ്, വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഈ രാഹത്ത് റാവു എന്ന് പറയുന്ന ആൾ അവിടെ കട നടത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ കട തുറക്കാൻ വന്ന സമയത്ത് കട തുറന്ന് ആദ്യത്തെ ഘട്ട പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കിൽ ഒരാൾ അവിടെ വരികയും എന്തോ പോക്കറ്റിലൊക്കെ തപ്പി ഇദ്ദേഹത്തിനെ നോക്കി നിന്നുകൊണ്ട് പെട്ടെന്ന് കടയുടെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് ഈ ഇദ്ദേഹത്തിന്റെ മുഖത്തും ശരീരമാസകലം ഒരു സ്പ്രേ അടിക്കുന്ന ഒരു സംഭവം ചെയ്തു. ഈ സ്പ്രേ അടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ പെട്രോള് മണക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ തീ എടുത്ത് കത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ലാമ്പ് എടുത്ത് കത്തിച്ച് ഇദ്ദേഹത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കി. അപ്പോൾ ഈ പെട്രോള് അടിച്ചു കഴിഞ്ഞ് കത്തിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയല്ലോ, പച്ചക്ക് നിന്ന് കത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ രാഹത് റാവു എന്ന് പറയുന്ന ഈ വ്യക്തി മാറി എന്നുള്ള 50% മുകളിൽ പൊള്ളലേറ്റ് ഇദ്ദേഹം വളരെയധികം ഗുരുതരാവസ്ഥയിലായി അല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പോൾ ഈ രാഹത് റാവു എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇതുപോലെ ഒരു വ്യക്തി ആരോ അറിയില്ല വന്നിട്ട് ഇങ്ങനെ ഒരു പണി ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കാം ഈ രാഹത് റാവു എന്ന് പറയുന്ന വ്യക്തിയോട് ഇതുപോലെ ഒരു കലിപ്പുണ്ടാവാനുള്ള കാരണം? ഇദ്ദേഹം നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന സംഘടനകൾക്ക് സാമ്പത്തികം നൽകുന്ന ആളാണ്. രാഹത് റാവു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ആന്ധ്രക്കാരനാണെന്ന് വിചാരിക്കും. ഒരിക്കലും ആന്ധ്രക്കാരനല്ല, പാകിസ്ഥാൻകാരനാണ്. പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരൻ അവിടെ നിന്നാണ് കാനഡയിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. കാനഡയിൽ എത്തുക മാത്രമല്ല, അവിടുത്തെ ഖാലിസ്ഥാൻ വാദികൾക്ക് നിരന്തരമായിട്ട് സാമ്പത്തികം നൽകുന്നു. അതിൽ ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യ ആരോപിക്കുന്നത് പാകിസ്ഥാന്റെ ISIയുടെ ചാരനാണ് ഈ വ്യക്തിയെന്നും, മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ ചാരനുപരി എന്നുള്ളതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഈ അടുത്ത സമയത്ത് ഖാലിസ്ഥാന്റെ നിജ്ജർ എന്ന് പറയുന്ന ഒരു ഭീകര തലവൻ അവിടെ ഇതുപോലെ തന്നെ ഒരു അജ്ഞാതന്റെ ആക്രമണത്തിൽ വെടിയേറ്റ് മരിച്ചിരുന്നു. ഈ വെടിയേറ്റ് മരിച്ചതിന് ശേഷം അതിനെതിരെ കാനഡയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യക്കെതിരെയായിട്ട് നടന്നിരുന്നു. അപ്പോൾ ഇന്ത്യക്കെതിരെ നടക്കുന്ന ഇതിൽ പ്രധാനമായിട്ട് വലിയ തരത്തിൽ സാമ്പത്തിക നൽകിക്കൊണ്ട് മുന്നോട്ട്
മുന്നോട്ട് പോകാനായിട്ട് ഈ പറഞ്ഞ വ്യക്തി ഇതിൽ വലിയ പങ്കാളിത്തം വഹിച്ചു, അതിനുവേണ്ടിയുള്ള കോർഡിനേഷൻ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആരോപിക്കുന്നത് ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യ ഇങ്ങനെ ആരോപിക്കുന്ന ആളുകൾ മുഴുവനും പല പല സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് മരിച്ചു വീഴുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഭാരതത്തിനെതിരെ ലോകത്തിൽ എവിടെ നിന്ന് പ്രവർത്തിച്ചാലും അങ്ങനെ പ്രവർത്തിക്കുന്നവന്റെ അധോഗതിയാണെന്നുള്ളത് നരേന്ദ്രമോദി സർക്കാർ ലോകത്തിന്റെ മുന്നിൽ തന്നെ തെളിവ് സഹിതം നൽകുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. കാനഡയല്ല, ബ്രിട്ടൻ അല്ല, ഈ അമേരിക്കയിൽ പോലും ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. ഇപ്പൊ അമേരിക്ക ഒരു സമയത്ത് വലിയ ആരോപണം നടത്തി, ഇവിടെയുള്ള ചില ആളുകളെ വധിക്കാനായിട്ട് ഇന്ത്യൻ ഏജൻസി വലിയ തരത്തിൽ സാമ്പത്തികം നൽകി ചിലരെ വിലക്കെടുത്തുകൊണ്ട് ഇത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന്. അപ്പോ ഇതിനൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കേൾക്കാൻ തുടങ്ങിയത് 2014 ശേഷം. ഇപ്പൊ ഏകദേശം ഒരു 3 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ അജ്ഞാതരുടെ ഭാഗത്ത് നിന്ന് പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഈ മരിക്കുന്ന ആളുകൾ മുഴുവൻ ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും സ്ഫോടനം നടത്തിയ കേസിൽ പ്രതിയാണ്, എന്നിട്ട് ആ സമയത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്, അല്ലെങ്കിൽ മറ്റ് ഭീകരവാദ സംഘടനകളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ രാജ്യം വിട്ടതാണ്, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതികൾ തയ്യാറാക്കിയ ആളുകൾ. അപ്പോൾ പല ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും നിരവധി നേതാക്കന്മാരും പ്രവർത്തകരും പ്രധാനപ്പെട്ട ഗൂഢാലോചകന്മാരും ഇന്ന് പരമാവധി ഭീകരവാദ പ്രവർത്തനം നടത്തി അതിൽ നിന്നൊക്കെ റിട്ടയർഡായി പല രീതിയിലുള്ള ജീവിതങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ പോലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ, ചാര സംഘടനകൾ വെറുതെ വിടുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ ഇന്ത്യക്കെതിരെ ഏത് കോണിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാലും അവിടെ ഇസ്രായേലിന്റെ മൊസാദ് എങ്ങനെയാണോ ചില പദ്ധതികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ത്യയുടെ ചാര സംഘടനയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങൾ തന്നെയാണ്, വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഹമാസിന്റെ ഭീകര തലവനായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഇസ്രായേലിന്റെ ചാര സംഘടന ഇറാനിൽ ചെന്നുകൊണ്ട് തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ ഈ ഭീകരവാദ കൂട്ടായ്മകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയാണ്. ലോകം മുഴുവൻ ഇങ്ങനെയുള്ള ആക്രമണം നടത്തി നരഹത്യയാണ്. ഹമാസിനെതിരെ മാത്രമല്ല, ലോകത്തിൽ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളെ അടക്കം ഇസ്രായേലും ചാര സംഘടനയും ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മുടെ ലോകത്തിന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് കണ്ടത് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ്. ഇസ്രായേലിന്റെ മൊസാദിനെ വെല്ലുന്ന തരത്തിലേക്കുള്ള ആക്രമണ പദ്ധതികൾ ഇന്ന് പല രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ട്, ഇസ്രായേലിനെ ഹമാസുമായി ബന്ധപ്പെടുന്ന ആളുകളെ മാത്രമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളൊരു നയമുള്ളത്. അല്ലെങ്കിൽ മാക്സിമം ഇറാനിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെടുന്ന അവിടുത്തെ നയതന്ത്രജ്ഞരോ അല്ലെങ്കിൽ ആണവ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിരോധ സംവിധാനത്തിൽ നിലകൊള്ളുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാരോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണ് ഇസ്രായേലിന് വേണ്ടത്. അവര് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഒരു രാജ്യത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഇരുന്നു കൊണ്ട് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ വേണ്ടി പദ്ധതി ഇട്ടിട്ടുള്ള പല ആളുകളുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ തിരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യേണ്ട ഒരു ഗംഭീര ഉത്തരവാദിത്തം 2014 മുതൽക്ക് തന്നെ നരേന്ദ്രമോദി അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കൃത്യമായിട്ട് ഏജൻസികളെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടി നടത്തുകയാണ്. ഇപ്പോൾ കാനഡയിൽ മറ്റൊരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയെ കൂടി ഇപ്പോൾ തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വിപിൻ ഫാസ്റ്റ് ഫുഡ്സ്.